പി എഫിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും അത് റിജക്റ്റ് ആവാറുണ്ടല്ലേ. മിക്കപ്പോഴും നമുക്ക് എന്താണ് റിജക്റ്റ് ചെയ്യുന്ന റീസൺ എന്ന് നമുക്ക് അറിയാറില്ല. അപ്പോൾ ഇതേപോലെ റീസൺസ് ഒക്കെ ആയിരിക്കും എഴുതി കാണിക്കുക. മിക്കപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല, അതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പി എഫ് ഓഫീസായിട്ട് ബന്ധപ്പെടുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് EPFI-GMS എന്ന ഇൻ്റർനെറ്റ് ബേസ്ഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് രജിസ്റ്റർ എ ഗ്രീവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-4 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് PF മെമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പെൻഷനർ ആയിട്ടുള്ള റിലീസ്, അതുപോലെ എംപ്ലോയർ ആയിട്ടുള്ള ഇഷ്യൂസ്, അതേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ PF മെമ്പർ എന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഒരു ക്ലെയിം ID ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ UAN നമ്പർ കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നടിക്കാം. അപ്പോൾ നമ്മുടെ യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മെയിൽ ID, പാസ്വേഡിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് UAN ഡീറ്റെയിൽസ് നമുക്ക് താഴെ കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾ തൊട്ട് താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, അതായത് PFൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP മെസ്സേജ് വരും. ആ OTP മെസ്സേജ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏരിയ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഏത് ഗ്രീവൻസ് ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മൾ ഏത് PF റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആയിട്ടാണ് നമുക്ക് നമ്മുടെ എംപ്ലോയറുടെ മെമ്പർ ID അവിടെ കാണിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക നമുക്ക്. അതിനുശേഷം നമുക്ക് തൊട്ട് മേലെ കാണുന്ന കണ്ടില്ലേ, PF ഓഫീസ് റിലേറ്റഡ് ആണ്, എംപ്ലോയർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ PF ഓഫീസ് ഒന്ന് സെലക്ട് ചെയ്യാം. PF ഓഫീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീവൻസിൻ്റെ കാറ്റഗറി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു കാറ്റഗറി റിലേറ്റഡ് ആയിരിക്കണം നമ്മുടെ ഇഷ്യൂസ് വരുന്നത്. അതായത് PFൻ്റെ സെറ്റിൽമെൻറ്റ് ഇഷ്യൂസ്, അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, പാസ്ബുക്ക് റിലേറ്റഡ്, KYC റിലേറ്റഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഏത് ഇഷ്യൂ ആയി ബേസ്ഡ് ആണ് നമ്മുടെ PFൽ എമൗണ്ട് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ TDS റിലേറ്റഡ് ആണോ, നമ്മുടെ ഉമംഗ് ആപ്പ് വർക്ക് ചെയ്യാത്തതാണോ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നമ്മുടെ PFലും എല്ലാം ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള വിഡ്രോവൽ നടന്നിട്ടുണ്ടോ, കണ്ടില്ലേ. അപ്പോൾ ഏത് റീസൺ ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് റീസൺസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫർ ഒന്ന് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ട് ട്രാൻസ്ഫർ ഓഫ് PF അക്യുമുലേഷൻ, നമ്മൾ പഴയ കമ്പനിയിൽ നിന്നൊക്കെ വർക്ക് ചെയ്ത ക്യാഷ് ഇങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്ത് വരാത്തൊരു ഇഷ്യൂസൊക്കെ മിക്ക ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളവർ അത് കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ ഗ്രീവൻസ് കൊടുക്കുക. അതിനൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. താഴെ അപ്ലോഡ് ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കൊരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ PF ഓഫീസ്, മാക്സിമം 30 ഡേയ്സ് ആണ് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് PF ഓഫീസിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഇഷ്യൂസ് ഉള്ള ആളുകൾ ഇതേപോലെ ചെയ്തു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഹെൽപ്ഫുള്ളായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.